ശ്രീ വസീഫ്, എക്സിറ്റ് പോളൊക്കെ പുറത്തു വന്നതിന് ശേഷം നമ്മൾ സംസാരിക്കുന്നത് ആദ്യമായതുകൊണ്ട് എന്താണ് വസീഫ് അതേക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് ആദ്യം ഒന്ന് കേൾക്കട്ടെ. അതിൽ ഇന്നലെ വന്നതിൻ്റെ തുടർച്ചയിൽ ഇന്ന് വന്നിട്ടുള്ള ടുഡേസ് ചാണക്യയാണ്. ടുഡേസ് ചാണക്യ കൊടുത്തിരിക്കുന്ന പ്രഡിക്ഷൻ അനുസരിച്ച് LDFന് പരമാവധി ഒരു എക്സ്റ്റൻഷൻ ആണല്ലോ എപ്പോഴും പറയുക, പരമാവധി 73 സീറ്റുകൾ എന്നുള്ളതാണ് അവർ പറയുന്നത്. അങ്ങനെ 73 സീറ്റ് എന്ന് പറഞ്ഞാൽ കേവല ഭൂരിപക്ഷത്തിനും അപ്പുറം അങ്ങനെ നേടി അധികാരത്തിൽ വരാൻ കഴിഞ്ഞാൽ UDFന് ലഭിക്കുന്നത് 60 സീറ്റുകളായിരിക്കും. ഇതിൻ്റെ ഒരു ട്രെൻഡ് എന്താണ്? ട്രെൻഡ് എന്ന് പറയുന്നത് UDFന് ഒരു അബ്സല്യൂട്ടായിട്ട് ഭരണമാറ്റത്തിലേക്ക്, UDF അധികാരത്തിലേക്ക് വരുന്നു എന്ന ഒരു പ്രതീതി ഈ എക്സിറ്റ് പോൾ ആകെ നൽകി കഴിഞ്ഞോ? UDF ഏതാണ്ട് അങ്ങനെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. എക്സിറ്റ് പോൾ കഴിയുമ്പോൾ അത് ആ നിലയിൽ ഉൾക്കൊള്ളുകയോ ഏറ്റെടുക്കുകയോ ചെയ്യുന്നുണ്ടോ? LDF അംഗീകരിക്കുന്നുണ്ടോ? അല്ല, അത് ഇപ്പോൾ ഈ വരുന്ന എക്സിറ്റ് പോളുകളുടെയൊക്കെ ഒരു വിശ്വാസ്യതയൊന്നും അങ്ങനെ പൂർണ്ണമായിട്ടും നമ്മളാരും ചോദ്യം ചെയ്യുന്നില്ല. അതൊക്കെ പല കാരണങ്ങളാവാം. അവരെടുക്കുന്ന സാമ്പിളുകൾ, അവരുടെ നിരീക്ഷണങ്ങൾ ഒക്കെ അടിസ്ഥാനത്തിൽ അവർ മുന്നോട്ട് വെക്കുന്നതാണ് ഈ എക്സിറ്റ് പോൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എല്ലാ എക്സിറ്റ് പോളുകളിലും ഒരു നേരിയ മുൻതൂക്കം UDFന് അവർ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതിനുള്ള ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലില്ല എന്ന് തന്നെയാണ്. ഒരു 115 ദിവസം മുമ്പ്, ഒരു 118 ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന മറ്റൊരു തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിലുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിന് കിട്ടാവുന്ന ഒരു വലിയ അടി അല്ലെങ്കിൽ വലിയ തിരിച്ചടി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. വലിയൊരു വോട്ട് ഷെയറിലെല്ലാം വലിയൊരു കുറവ് അതിലുണ്ടായിട്ടുണ്ട്. UDFും LDFും തമ്മിലുള്ളൊരു വ്യത്യാസവും നമ്മൾ കണ്ടതാണ്. ആ വ്യത്യാസത്തിൽ തന്നെ ഒരു മെജോറിറ്റി വോട്ടും വരുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്. ബാക്കി കുറച്ച് വരുന്നത്, ഒരു കാര്യമായിട്ടൊരു 1.25 ലക്ഷത്തിനടുത്ത് വരുന്നത് എറണാകുളം ജില്ലയാണ്. ബാക്കി എല്ലായിടത്തും കൂടിയുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ആ സാഹചര്യത്തിൽ നിന്ന് കേരളത്തിലെ ഇടതുപക്ഷം മെച്ചപ്പെട്ടോ ഇല്ലേ എന്നുള്ളതാ ചോദ്യം. ആർക്കും അറിയാലോ മെച്ചപ്പെട്ടതാണ് എന്നുള്ളത്. അവിടെ നിന്ന് ഇങ്ങോട്ട് അന്ന് കിട്ടിയതിനേക്കാൾ കുറവ് വോട്ട് കിട്ടാനുള്ള എന്ത് സാഹചര്യമാണ് കേരളത്തിൽ ഉടലെടുത്ത് വന്നത്? ഒരു സാഹചര്യം ഉടലെടുത്ത് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ ആ തെരഞ്ഞെടുപ്പിന് ശേഷം കുറച്ചുകൂടി ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ള വാർത്തകളും അതിനനുസരിച്ചുള്ള ഒരു അന്തരീക്ഷവുമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സർവേയുടെ അപ്പുറത്തേക്ക് ഒരു 80 സീറ്റിനടുത്തേക്ക് ഇടതുപക്ഷം നേടും എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. അതിലേക്കാണ് വരാനുള്ള എല്ലാ സാധ്യതയും. കാരണം നേരത്തെ വന്ന ആ ഒരു ഇടിവ് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ, ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒക്കെ വോട്ട് വെച്ച് നോക്കിയാൽ തന്നെ ഒരു സീറ്റ് ഇടതുപക്ഷത്തിനുണ്ട്. അത് ഒന്നിൽ കൂടാനല്ലേ സാധ്യതയുള്ളൂ എന്ത് സംഭവിച്ചാലും. ഇപ്പോൾ ഞങ്ങളുള്ള കോഴിക്കോട്, എല്ലാവരും പറയുന്നത് കോഴിക്കോട് അപ്പാടെ അങ്ങ് ഒലിച്ചു പോകും, തോറ്റുപോകുന്ന. ഇന്ന് വേറൊരാൾ വന്നിട്ട് മൊട്ടയടിച്ച് മറ്റേ കമ്മലിട്ട് നടക്കും എന്ന് പറയാ. അപ്പോൾ അതൊക്കെ സംഭവിക്കൂ. ബേപ്പൂര്, എലത്തൂര്, പേരാമ്പ്ര, അല്ല അപ്പോ കുന്നമംഗലം കമ്മലിട്ട് മൊട്ടയടിച്ച് നടക്കേണ്ടി വരുമെന്നാണോ വസീഫ് പറയുന്നത്? മണ്ഡലങ്ങൾ ഇവിടെ ഇല്ലേ? അല്ല, അദ്ദേഹത്തിന് എങ്ങനെ നടക്കാലോ? അദ്ദേഹത്തെ നമുക്ക് അറിയുന്നല്ലേ. എന്തും പറയാം, എന്തും ചെയ്യാം. അദ്ദേഹത്തെയൊക്കെ ആര് മൈൻഡ് ചെയ്യുന്നത്? ഓരോ അവസരത്തിൽ എന്തെങ്കിലും വിളിച്ചു പറയാം. അല്ലെ, ഞാൻ അദ്ദേഹത്തിന്റെ ഒരു കോട്ട് പറയാം. അങ്ങനെ വസീഫ്, അതിലെ പ്രശ്നം അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തെ പ്രകാശിപ്പിക്കാനാണ് അങ്ങനെ ഒരു വലിയ ചലഞ്ച് എടുത്തു വെച്ചത്. അപ്പോൾ ബേപ്പൂരിന്റെ സ്ഥിതി എന്താകും? ഏതായാലും കോഴിക്കോട് നിന്നുകൊണ്ട് കോഴിക്കോടിനെ കുറിച്ച് ആ വിഷയം തന്നെ വസീഫ് എടുത്തിട്ടല്ലോ. കോഴിക്കോട്ടേക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കി അധികാരത്തിൽ വരാമെന്നാണ് UDF കരുതുന്നത്. പ്രതിജ്ഞ ചെയ്യാൻ പോയതാ. പറഞ്ഞോളൂ. അതാ ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ എലത്തൂര്, നോർത്ത്, ഇവിടെ കോഴിക്കോട്, ബാലുശ്ശേരി, ഇതൊക്കെ നമുക്ക് മേൽക്കൈയുള്ള മണ്ഡലങ്ങളല്ലേ. അവിടെയെല്ലാം വലിയ വോട്ടിന് ഇടതുപക്ഷം ജയിക്കില്ലേ എന്ത് തന്നെ ആയാലും. പിന്നെ പേരാമ്പ്ര, അപ്പോൾ എത്രയായി? കുന്നമംഗലം, കുറ്റ്യാടി, ഉറപ്പാണോ? കൊയിലാണ്ടി, ഇതൊക്കെ ഇവിടെയുള്ള മണ്ഡലങ്ങളല്ലേ. അവിടെയൊക്കെ പേരാമ്പ്ര എന്ത് സംശയം? അവർക്ക് തന്നെ ഈ UDFന് അകത്ത് തന്നെ പേരാമ്പ്ര ഇടതുപക്ഷം ജയിക്കുന്ന ഉറപ്പല്ലേ, ഉറപ്പിച്ച് പറയല്ലേ. അപ്പൊ അതൊക്കെ അവിടെയൊക്കെ ഒരു പരാജയം ഉണ്ടാകും
എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു വലിയ വേവ് UDF അനുകൂലമായിട്ട് ഉണ്ടാവണ്ടേ? അത് എക്സിറ്റ് പോളിൽ കണ്ടിട്ടില്ല, വന്നിട്ടില്ല. അത് പറയാതെ എങ്ങനെ ഇവർ വരുന്നത്? പിന്നെ ഇവർ പറയുന്നത് അങ്ങനെ കാണുന്നില്ല. പിന്നെ ഇവർ പറയുന്നത് മധ്യ കേരളത്തിലാണ്. മധ്യ കേരളത്തിൽ വലിയ ഒരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ സീറ്റ് ഉണ്ടാവില്ല. എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുക? ഇപ്പൊ തൃശ്ശൂര്, എറണാകുളം മാറ്റി വെക്കുക, അവർ പറയുന്ന ഒരു രീതിയിലേക്ക് പോകും. തൃശ്ശൂർ ഏത് സീറ്റിലാണ് CPM ഇടതുപക്ഷം പരാജയപ്പെടുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുക? പരമാവധി ഒരു ടൈറ്റ് ഫൈറ്റ് ആയിട്ട് തന്നെ പറയുക, നമ്മളൊരു 3 സീറ്റോ ഇനി പോട്ടെ 4 സീറ്റോ അത്രയല്ലേ ഉണ്ടാവുള്ളൂ. ഒരു ടൈറ്റ് ഫൈറ്റ് ആയിട്ട് തന്നെ ഒരു മത്സരം എന്ന് പറയുന്നത് അതിനപ്പുറത്തുണ്ടാവും. പാലക്കാട് എത്ര ഉണ്ടാവും? അപ്പോൾ നമ്മൾ ഒരു പൊതു നിരീക്ഷണം നടത്തുമ്പോൾ ഒറ്റ അടിക്ക് തന്നെ, അല്ലെങ്കിൽ ഒരു പ്രാഥമികമായിട്ട് തന്നെ നമുക്ക് ഈ എക്സിറ്റ് പോളുകൾ വിശ്വാസയോഗ്യമല്ല എന്ന് പറയാൻ സാധിക്കും. ഇപ്പം ഇവർ പറയുന്നത് പോലെ മധ്യ കേരളത്തിൽ 10 സീറ്റിനടുത്ത് അങ്ങനെയാണോ ഇടതുപക്ഷത്തിന് കിട്ടുക? തൃശ്ശൂരും പാലക്കാടും വലിയ രീതിയിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കില്ലേ? അല്ലാത്ത എന്ത് സാഹചര്യമാണ് ഇവിടെ ഉരുത്തിരിഞ്ഞു വന്നത് എന്നുള്ളതല്ലേ നമ്മൾ കാണേണ്ടത്. ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൂടി നമ്മൾ പരിശോധിക്കണ്ടേ? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ? അങ്ങനെ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് തന്നെയല്ലേ ഈ കേരളത്തിലെ ജനങ്ങളും ഈ പറയുന്ന എല്ലാ നിരീക്ഷകരും വിശ്വസിക്കുന്നത്? പിന്നെ തെക്കോട്ട് പോവുകയാണെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം പോലെയുള്ള സ്ഥലങ്ങളിൽ എവിടെയാ അങ്ങനെ ഒരു വലിയ നഷ്ടമുണ്ടാകുക എന്ന് പറയുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ UDF അനുകൂലമായി ഒരു വലിയ വേവ് ഉണ്ടാകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഇവർ പറയുന്നത് ഓരോ മതവിഭാഗങ്ങളുടെയൊക്കെ പേര് പറഞ്ഞ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് അങ്ങനെ UDF അനുകൂലമായി പോയി. നമ്മളൊക്കെ ഇതിൽ ഇടപെട്ട ആളുകളല്ലേ? തെരഞ്ഞെടുപ്പിലൊക്കെ ഈ പറയുന്ന വിഭാഗങ്ങൾക്കിടയിലൊക്കെ ജീവിക്കുന്നവരല്ലേ? എവിടെയാ അങ്ങനെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായത്? നമ്മളെവിടെയും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു UDF അനുകൂലമായി ഒരു വിഭാഗം ചിന്തിച്ചു, അതിനുവേണ്ടി അങ്ങനെ ഒരു ഇടപെടൽ നടന്നു എന്നൊക്കെ പറയാൻ പറ്റുമോ?